SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ മലപ്പുറം പരാമർശത്തെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സമുദായ നേതാക്കൾ അവരുടെ സമുദായത്തിന് വേണ്ടി സംസാരിക്കുമെന്നായിരുന്നു ജോർജ് കുര്യന്റെ പ്രതികരണം. സമുദായ നേതാക്കന്മാര് അവരുടെ സമുദായത്തിന് വേണ്ടിയാണ് പറയുന്നത്. അത് അവരുടെ സമുദായത്തിന് വേണ്ടി അദ്ദേഹം പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാർക്കാ പറയാൻ സാധിക്കും? ആ സമുദായം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനൊക്കെ ഉള്ള സമുദായമാണ്. അത് നിങ്ങൾ പോയിട്ട് വെള്ളാപ്പള്ളിയെ പഠിപ്പിച്ചാൽ മതി, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. ഈ കേരളത്തിൽ എത്ര പ്രദേശങ്ങളെ പറ്റി അങ്ങനെ പറയുന്നുണ്ട്? ഇന്ന രാജ്യമാണ്, അത് നല്ല രീതിയിലും പറയരുതോ? ഒരു രാജ്യം എന്നൊക്കെ പറയുന്നത് ഒരു കരുത്തല്ലേ? വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനം തുടർന്ന് മുസ്ലിം ലീഗ്. വെള്ളാപ്പള്ളിയേക്കാൾ വലിയ വിഷയത്തെ അതിജീവിക്കാനുള്ള കരുത്ത് മതേതര കേരളത്തിനുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. നിങ്ങൾ എങ്ങനെയാ വെള്ളാപ്പള്ളി എതിർക്കുക? അതിൽ മോശമായി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ മോശമായ സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വെട്ടിയ വടിയിലാണ് വെള്ളാപ്പള്ളി നടക്കുന്നത്. ദീപക് ധർമ്മടമുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന്. ദീപക്, അപ്പോൾ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നു ജോർജ് കുര്യൻ അല്ലേ? അങ്ങനെ തന്നെയാണ് ഡോക്ടർ ഉന്മേഷ്. വെള്ളാപ്പള്ളിയെ പിന്തുണച്ചുകൊണ്ട് പരോക്ഷമായി ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് വെള്ളാപ്പള്ളിയെ നിങ്ങൾ പോയി പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് മത നേതാക്കൾ മതത്തിന് വേണ്ടി പറയും, അവരുടെ മത താല്പര്യം പറയും, അതിലെന്തിനാണ് ഞാൻ ഇടപെടുന്നത്? അതായത് വെള്ളാപ്പള്ളി പറഞ്ഞതിനെ ന്യായീകരിക്കുകയാണ് എന്നുള്ളതാണ്. പിന്നെ മലപ്പുറം ഒരു രാജ്യമാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? നമ്മളൊരു രാജ്യമാണ് എന്നൊക്കെ പറയുന്നത് ഒരു അംഗീകാരമല്ലേ എന്ന രീതിയിലുള്ള ഒരു പരിഹാസവും ജോർജ് കുര്യൻ നടത്തി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ജോർജ് കുര്യൻ ഈ മാധ്യമങ്ങളെ കാണുന്നതിനിടയിൽ ഈ വഖഫ് ബില്ലിന് കൂടുതൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് പിന്തുണ ലഭിച്ചു എന്നുള്ളത് കൂടി പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് വെള്ളാപ്പള്ളിക്ക് എതിരായ നിലപാടുമായി KM ഷാജി മുസ്ലിം ലീഗ് നേതാവ് എത്തി. വെള്ളാപ്പള്ളിയേക്കാൾ വലിയ വിഷയത്തെ അതിജീവിക്കാനുള്ള കരുത്ത് മതേതര കേരളത്തിനുണ്ട് എന്നുള്ള എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. മാത്രവുമല്ല, CPM-നെ പരോക്ഷമായി അദ്ദേഹം പ്രസംഗത്തിൽ വിമർശിച്ചത് CPM വെട്ടിയ വഴിയിലൂടെയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പോകുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള മതവികാരത്തെ ഒക്കെ ഉപയോഗിച്ചത് CPM ആണെന്ന അർത്ഥത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഏതായാലും വെള്ളാപ്പള്ളി മലപ്പുറം ഒരു രാജ്യമാണ് എന്ന് മലപ്പുറത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ ആ പ്രസ്താവനയിൽ വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും വരികയാണ്. പ്രത്യേകിച്ച് മുസ്ലിം സംഘടനയിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഡോക്ടർ ഉന്മേഷ്. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.